ഹലോ ഗായ്സ്, വെൽക്കം ടു കിഡ്സ് ആൻഡ് എന്റർടൈൻമെന്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹ്യശാസ്ത്ര ക്വിസാണ്, അഥവാ സോഷ്യൽ സയൻസ് ക്വിസ്. LP സെക്ഷൻ ഡിസ്ട്രിക്ട് ലെവൽ. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒരു 2 മിനിറ്റ് 2 സെക്കൻഡ് സെക്ഷൻ. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം. ഈ വീഡിയോയുടെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ഉണ്ടായിരിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ കമന്റ് ചെയ്യുക. ആദ്യത്തെ 10 പേരിനെ അടുത്ത വീഡിയോയിൽ വിജയികളായി പ്രഖ്യാപിക്കുകയായിരിക്കും. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം. 1709 ജനുവരി 11 വെളുത്ത വിധവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ നടത്തിയ ആഹ്വാനം ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം കുണ്ടറ വിളംബരം. രണ്ടാമത്തെ ചോദ്യം. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല? ഉത്തരം വയനാട്. മൂന്നാമത്തെ ചോദ്യം. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ വെച്ച് 12 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന പ്രാചീന നദീതീര ഉത്സവം ഏതായിരുന്നു? ഉത്തരം മാമാങ്കം. നാലാമത്തെ ചോദ്യം. സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയെ നാടുകടത്തി തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ഉത്തരം രാജഗോപാലാചാരി. കേരളത്തിൽ ഏറ്റവും വിസ്തീർണമായ നദി ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഉത്തരം ആനമല. 1907 സാധുജന പരിപാലന യോഗം ആരംഭിച്ച കേരളത്തിൽ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ഉത്തരം അയ്യങ്കാളി. ആ പ്രകാശം മാഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധി മരണവാർത്ത ഈ വാക്കുകളിലൂടെ ലോകത്തെ അറിയിച്ചത് ആരാണ്? ഈ വീഡിയോയിൽ വെറും 10 ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഉത്തരം ജവഹർലാൽ നെഹ്റു. പാലക്കാട് ജില്ലയുടെ കിഴക്കുഭാഗത്ത് മാത്രമായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഉത്തരം പറുത്ത് കരിമണ്ണ്, അല്ലാതെ ലാവമണ്ണ്. 9ാമത്തെ ചോദ്യം. 1924 ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി ാര്? ഉത്തരം ശ്രീനാരായണ ഗുരു. 10ാമത്തെ ചോദ്യം. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ ജൈവ വൈവിധ്യ നില നിർത്തുന്ന പ്രധാന നദി ഏത്? ഉത്തരം കുന്തിപ്പുഴ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയിലേക്ക് പോവുകയാണ്. കേരളത്തിൽ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട പദമാണ് മുണ്ടകൻ? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരും. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 ലൈക്കാണ്.
അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.